ഇനി 24 ഒബ്സർവർ വരുന്നു. നമുക്കറിയാം, ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായി കഴിഞ്ഞു. BJP ക്യാമ്പുകൾ അമിത ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ്. കാരണം കോൺഗ്രസിൻ്റെ അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചു. അവർക്ക് 5 പൈസ കയ്യിലെടുക്കാനില്ല. പൈസ ഉണ്ടാക്കാനൊരു നെട്ടോട്ടം ഓടുന്നു. മാത്രമല്ല, കൂപ്പൺ അടിച്ച പൈസ വിരിക്കണോ, കൂടുതൽ ഫണ്ട് വിരിച്ചു കഴിഞ്ഞാൽ വോട്ട് ഇല്ലാതാകും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോൺഗ്രസ് പ്രസ്ഥാനവും പ്രതിപക്ഷ നിരകളും അനുഭവിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇക്കാര്യമാണ് ഇന്ന് 24 നിരീക്ഷകൻ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഗുഡ് മോർണിംഗ് ബി ദിലീപ് കുമാർ, എന്താണ് താങ്കൾക്ക് ഇന്ന് ഒബ്സർവ് ചെയ്യാനുള്ളത്? ഗുഡ് മോർണിംഗ് SKN. BJPയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ തന്ത്രങ്ങൾ അവർ ഉദ്ദേശിച്ച തരത്തിൽ തന്നെയാണ് ഇപ്പോൾ BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പല കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ പെട്ടെന്ന് തന്നെ മരവിപ്പിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലാകുന്നു. അങ്ങനെ ഉള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ഇതിനു പുറമേ തന്നെ സഖ്യകക്ഷികളെ ഒപ്പം നിർത്താനുള്ള അല്ലെങ്കിൽ സഖ്യകക്ഷികളെ കൂടെ കൂട്ടാനുള്ള BJPയുടെ ശ്രമങ്ങൾ, ഇതൊക്കെ BJPയെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ 5ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം BJPയിൽ പ്രവേശിച്ച വ്യവസായിയും നേരത്തെ കോൺഗ്രസ് MPയുമായിരുന്ന നവീൻ ജിൻഡാൽ, മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാലിൻ്റെ ഇളയ മകൻ രഞ്ജിത് സിംഗ് ചൗട്ടാല, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള YSR കോൺഗ്രസ് പാർട്ടിയുടെ MLA ആയ വരപ്രസാദ് റാവു എന്നിവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കി ആ പട്ടികയിൽ, ഈ 5ാം ഘട്ട പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. അത് പ്രാദേശിക BJP നേതാക്കളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ നേതാക്കളെ ഈ പട്ടികയിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് 4 സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇതിനിടെയുണ്ടായിട്ടുള്ള അവർക്കൊരു തിരിച്ചടി എന്ന് പറയാവുന്നത്. ഇതിൽ അസൻസോൾ, ബംഗാളിലെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന പവൻ സിംഗ് ആയിരുന്നു. അദ്ദേഹം ഭോജ്പുരി സിനിമാ നടനാണ്. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിലാണ് ഈ പവൻ സിംഗ് താൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴും അവസാന സമയം പവൻ സിംഗിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കും എന്ന തരത്തിലാണ് സൂചനകൾ വരുന്നത്. കേന്ദ്രമന്ത്രി VK സിംഗ്, ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ തുടങ്ങി 3 പേർ അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. അവരെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സഖ്യകക്ഷികൾ നേരത്തെ BJPയിൽ നിന്ന് അകലുന്നു എന്നതായിരുന്നു വലിയ വിമർശനം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പരമാവധി കക്ഷികളെ ഒപ്പം കൊണ്ടുവരിക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ. അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം പലതവണ ഉണ്ടായെങ്കിലും പ്രധാനമന്ത്രിയും അമിത്ഷായും മുൻകൈ എടുത്തുകൊണ്ട് ഈ നിതീഷ് കുമാറിനെ BJP സഖ്യത്തിലേക്ക് കൊണ്ടുവന്നു. മറ്റു സ്ഥലങ്ങളിലും ഉത്തർപ്രദേശിൽ RLD അടക്കമുള്ള പാർട്ടികളെ കൊണ്ടുവരുന്നു. മഹാരാഷ്ട്രയിൽ രാജ് താക്കറെ, നവനിർമ്മാൺ സേനയെ BJP സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ നിലയിൽ പല സംസ്ഥാനങ്ങളിലും സാധ്യമാകുന്നവരെയൊക്കെ ഒപ്പം ചേർത്തുകൊണ്ട് കേരളത്തിൽ തന്നെ PC ജോർജിനെ പോലെയുള്ള നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ആ നിലയിലുള്ള ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും BJP ഇത്തവണ നടത്തിയിട്ടുണ്ട്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ, അവർ ഇപ്പോഴും അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച സാഹചര്യത്തിൽ പണമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവ് സോണിയാഗാന്ധി അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി SKN ലഭിക്കുന്ന വിവരം, ഈ മറ്റൊരു IT വകുപ്പ്, അതായത് ഒരു 584 കോടി രൂപ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 584 കോടി രൂപയുടെ കണക്ക് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആദായ നികുതി വകുപ്പ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ മറ്റൊരു നടപടിയിലേക്ക് കൂടി ആദായ നികുതി വകുപ്പ് കടക്കാൻ പോവുകയാണ്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഞെരുങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം പൊടിപൊടിക്കുകയാണ്. SKN. താങ്ക് യു ബി ദിലീപ് കുമാർ. 24 ഒബ്സർവർ ഇനി നിരീക്ഷണവുമായി നാളെ ഈ പരിപാടിയിൽ ഇതേ സമയം വരും.